തീരുമാനിക്കും പിന്നെ എന്ത് ചെയ്യണം. മുത്തേ പറയടാ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്ത് വേണം പറഞ്ഞോ, ഞങ്ങളുണ്ട് കൂടെ. ചുമ്മാ പറയുന്നേ. നമ്മൾ 4 പേര് കൂടി ഒരുമിച്ച് വീണ്ടും പഠിക്കാൻ പോകുന്നു PGക്ക് അതേ കോളേജിൽ. എടാ ഇപ്പൊ ഈ ഒരു പ്രായത്തില് അതൊന്നും ശരിയാവില്ല. പ്രായത്തിന്റെ കാര്യമൊക്കെ നീ വരും, അതൊക്കെ നോക്കണം. എല്ലാവരും കാലത്ത് പൊളിച്ചിരിക്കും പോകണമെന്ന് ആലോചിക്കുമ്പോഴാ പല ഈവനിങ് ക്ലാസ് അല്ലെങ്കിൽ അടിച്ച് കയറി ഇരിക്കായിരുന്നു. അതെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആര് വന്നില്ലേലും ഞാൻ പോകുന്നതിന്റെ കൂടെ. ഒരു വട്ടം കൂടി ഓർമ്മകൾ നീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു ഒരു ചൊരുവാട് വയ്ക്കുവാൻ മോഹം. ഞാൻ എടുത്ത് നീ ഒന്ന് കൊണ്ട് കൊടുക്ക. അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഒന്ന് പോകും. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പുറമ്പാ. നീ പോയിട്ട് വാ, ഞങ്ങളോട് റിലാക്സ് ചെയ്തോളാം. നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങും പോകുന്നില്ല, റിലാക്സ് ചെയ്യാൻ പോകണം. ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം.
മോനെ മയക്കുട്ടി നീ എന്തിനാ പഠിക്കണേ? അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് വരാനായിട്ട്. റൊമാൻറ്റിക് എന്റെ പെണ്ണെ ഇപ്പൊ എനിക്ക് കാണണോ? ബിരിയാണി തിന്നാനൊക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ടല്ലേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലൂട്ടാൻ പാടില്ല, ശബ്ദം ചെയ്തിരിക്കില്ല. അങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് 3-4 ടിവി ഇതിങ്ങനെ കിടക്കല്ലേ. എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശബ്ദവും. എടാ, നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ തുടക്കം ഇങ്ങനെ എനിക്ക് പറഞ്ഞു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ കൂടെ പറ. മലു, എക്സ്ക്യൂസ് മീ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇഷ്ടമാണ്. ഐ ലവ് യു. സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. എന്താ കാര്യം? അവളെന്താ പറഞ്ഞത്? അവളെ കൊലയ്ക്ക് കൊടുക്കണം. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണം. അത് മരിച്ചുപോയ അമ്മയെ പിടിച്ചില്ല. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോ സംഭവിക്കാൻ. അമ്മയ്ക്ക് നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ 500 പോലെ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. അത് തന്നെ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്നു മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്താണോ പണി? എടാ, നീ ആ രാജമല്ലികയുടെ മുന്നിൽ എന്നെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയണം. വലിയ കോടീശ്വരനാണെന്ന് പറയണം. ഞാൻ ഹംസ. അല്ല, ഹംസൻ MBBS. അല്ല, വക്കീൽ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ. അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയെ ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ. അതെ. അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 റിസർവ് ബാങ്ക് ആണോ? 3. അതെ. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക്. എന്താ നിന്റെ പ്ലാൻ? ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് വേണ്ടി നീ കല്യാണം ആലോചിക്കണം. നിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ മകളെ എനിക്ക് കെട്ടിച്ച് തരിയിക്കണം. എന്നിട്ട് ഒരു രാജകുമാരനായി ഞാൻ വാഴുന്നത് നിനക്ക് കാണാം. Thank you.
നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു.